ബ്രസീലിന്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇല്ല. നെയ്മർ ജൂനിയർ ഇല്ലാത്ത ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കുമോ, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കില്ലേ എന്ന് വരെ നമ്മുടെ ഫാൻസിന്, ആ ഒരു ഫുട്ബോൾ ഫാൻസിനും എസ്പെഷ്യലി നെയ്മർ ഫാൻസിനും ആശങ്ക ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോ ഇതിനെ പറ്റിയുള്ള നമ്മുടെ ബ്രസീലിന്റെ ഇതിഹാസമായ നമ്മുടെ റൊണാൾഡീനോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കാല് കൊണ്ടാണെങ്കിലും നെയ്മർ ടീമിനൊപ്പം വേണം, എന്നാലേ വല്ലതും നടക്കൂ എന്നുള്ള സംഭവമാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് റൊണാൾഡീനോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിലാണ്: നെയ്മർ ജൂനിയർ ഒരു കാലിൽ കളിക്കുകയാണെങ്കിൽ പോലും ഇന്നത്തെ മിക്ക ബ്രസീലിയൻ താരങ്ങളിലേക്കാളും മികച്ചവൻ നെയ്മർ ജൂനിയർ തന്നെയാണ്. ലോകകപ്പിനുള്ള ടീമിനൊപ്പം നെയ്മർ തീർച്ചയായും ഉണ്ടാകണം. നിലവിലത്തെ ബ്രസീലിന്റെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആരാ ബെസ്റ്റ് പ്ലെയർ? വിനീഷ്യസ് ജൂനിയർ, റാഫീന, റോഡ്രിഗോ ACL ആണ്, പരിക്കാണ്, ഉണ്ടാവില്ല. പിന്നെ ആരാ? മാത്തേസ് കുഞ്ഞ്. ഇനി ബാക്കി നമ്മുടെ മൊത്തത്തിൽ നോക്കിയെങ്കിൽ കസമീറോ, മാർക്കിനിയോസോ, ഏതൊക്കെ ബെസ്റ്റ് പ്ലെയേഴ്സ് ബ്രസീലിൽ വന്നാലും ആധുനിക ഫുട്ബോളിൽ നെയ്മർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ അത്ര ഒരു പൗത് ഇമ്പാക്ട് ഇറക്കം ബാക്കിയുള്ള പ്ലേയേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ബ്രസീലിന്റെ വേൾഡ് കപ്പ്, ബ്രസീലിന്റെ നമ്പർ 10 ധരിച്ച് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ലെജൻഡറി പ്ലേയേഴ്സ്, റൊണാൾഡീനോ, കക്ക തുടങ്ങിയ പ്ലേയേഴ്സ്. പക്ഷെ ഒരു പ്ലെയർ മാത്രമാണ് ബ്രസീലിന് വേണ്ടിയിട്ട് 4 വേൾഡ് കപ്പിൽ നമ്പർ 10 ജേഴ്സി അണിഞ്ഞിട്ടുള്ളത്. അത് സാക്ഷാൽ ഫുട്ബോളിന്റെ രാജാവ് പെലെയാണ്. 4 വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടിയിട്ട് ആ നമ്പർ 10 ജേഴ്സി ഇട്ടിട്ടുള്ളത്. പിന്നെ നെയ്മർ ജൂനിയർ ആണ് 3 തവണ, 2014, 2018, 2022. ഇനി 26 പെലെയുടെ റെക്കോർഡ് എത്തും. അതായത് ബ്രസീലിന് ഒരു കാലം ഉണ്ടായിരുന്നു, ആ ഒരു റൊണാൾഡീനിയോ കക്ക യുഗം കഴിഞ്ഞാല് അടുത്തത് ബ്രസീലിനെ ആര് നയിക്കും എന്ന് ആളുകൾ ചോദിച്ച. കാരണം എപ്പോഴും ബ്രസീലിൽ ഓരോ പുത്തൻ താരോദയങ്ങൾ വരും. ഇനി 2010 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ ഇനി ആരും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കാരണം കക്കയുടെ ഒരു പ്രൈം കഴിഞ്ഞു. ഇനി കക്കനെ കൊണ്ട് അധിക കാലം ആ ഒരു ബ്രസീലിന് വേണ്ടിയിട്ട് കൂടൂല എന്ന് എല്ലാവർക്കും മനസ്സിലായ സമയത്ത് ആര് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ സുൽത്താന്റെ ഉയർത്തെഴുന്നേൽപ്പ്, സാന്റോസിന്റെ രാജകുമാരനായിട്ട് സുൽത്താൻ അവിടെ വരുന്നത്. അങ്ങനെ വന്ന സുൽത്താൻ ഇന്ന് ബ്രസീലിന്റെ ആൾ ടൈം ടോപ്പ് സ്കോററും ആൾ ടൈം അസിസ്റ്റ്, ഇന്റർനാഷണൽ ഫുട്ബോളിൽ ആൾ ടൈം അസിസ്റ്റ് പ്രൊവൈഡറിൽ 2ാം സ്ഥാനത്താണ് നെയ്മർ. അത് നെയ്മർ ആയിരുന്നു 1ാം സ്ഥാനത്ത്. 2022 വേൾഡ് കപ്പിന് ശേഷം നെയ്മർ എത്ര കളി ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ സമയം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് മെസ്സിയാണ് ആ ഒരു റെക്കോർഡ് ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഇല്ലാതെ. മെസ്സി ടീമിന് വേണ്ടി കളിച്ചു. മെസ്സി നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആണ്. അപ്പോൾ മെസ്സി ആ ഒരു റെക്കോർഡ് ഇട്ടു. ഈവൻ ദോ നെയ്മറിന് ആ പരിക്കില്ലെങ്കിൽ നെയ്മർ ആ ഒരു റെക്കോർഡ് നെയ്മറിന്റെ പേരിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്ലെയർ ആണ് നെയ്മർ. അപ്പൊ ആ നെയ്മർ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉണ്ടാവാന്ന് പറയുമ്പോൾ തന്നെ ഒരു കിട്ടുന്ന കോൺഫിഡൻസ് ആ ഒരു ടീമിനും ബാക്കിയുള്ള പ്ലേയേഴ്സിനും കിട്ടുന്ന കോൺഫിഡൻസ് അതൊരു വേറെ ടൈപ്പ് സാധനമാണ്. അപ്പോൾ നെയ്മർ ഉണ്ടാകുമ്പോൾ ഇനി ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കും എന്നുള്ളത് വേറെ ചോദ്യമാണ്. കാരണം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു ട്രോഫി അല്ല വേൾഡ് കപ്പ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ട് അറിയേണ്ട ഒരു സംഭവമാണ്. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.